ഹായ്, എൻ്റെ ഈ കുഞ്ഞു ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉപ്പും മാങ്ങയും ഉണക്കമുളകും ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ്, ചുട്ട മുളകും ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉപ്പുമാങ്ങയാണ്. കുറേ ആയി കൊണ്ടുവന്നിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നു. അലിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറേ ആയതുകൊണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു അരമുറി തേങ്ങയും 3 ചെറിയ ഉള്ളി 6-7 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. കാരണം ഉപ്പുമാങ്ങ ആയതുകൊണ്ട് അതിലാവശ്യത്തിന് ഉപ്പുണ്ടാവും. ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില. ആദ്യം നമുക്ക് മുളകൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ ചുട്ടെടുക്കുന്നതാണ് നല്ലത്. എനിക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഒരു സ്റ്റിക്കിൻ്റെ മേലെ മുളകെല്ലാം ഇങ്ങനെ കുത്തിയിട്ട് ആണ് ഞാൻ ചുട്ടെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. എല്ലാ മുളകും നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഉള്ളിയും മുളകും മാങ്ങയും തേങ്ങയും കറിവേപ്പിലയും എല്ലാം നമുക്കിതിൽ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് അരച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള മാങ്ങ നല്ല അലിഞ്ഞിട്ടുള്ള മാങ്ങ ആയതുകൊണ്ട് കുറച്ച് ജ്യൂസി ആയിട്ടാണ് ചമ്മന്തി എനിക്ക് കിട്ടുന്നത്. ഒട്ടും വെള്ളം ചേർക്കരുത്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക, എന്നിട്ട് അരച്ചെടുക്കുക. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മാങ്ങ കുറച്ച് അലിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചമ്മന്തി ഇങ്ങനെ കുറച്ചൊരു ലൂസായിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഒരു ഉണക്കൽ മീനും കൂടെ ഉണ്ടെങ്കിൽ ഗംഭീരമാകും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കണ്ടോ, നല്ല ചമ്മന്തി നല്ല ഇതായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ അടുപ്പിൽ ചുട്ടിട്ടുള്ള മുളകാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കളറ് കാണാം.
എന്തായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.